ഇയാള് കുറച്ചാള് കഥകളിയൊക്കെ പഠിച്ചല്ലയോ? ചെന്ന് ആംഗ്യത്തിൽ ചോദിക്കേ. ചിലപ്പോ ആ നമസ്കാരം. என்னப்பா മണല് വരുന്ന ജോലി കിട്ടുമോന്ന് അറിയാനാ. அந்த வண்டி யாருது? ഗോന്നുകുട്ടിയേട്ടന്റെ. ஓ அவனா? எதா ஓய் சுகந்தனியோ? ആ അതെ. ஐஸ் வேணுமா? വേണ്ട, நாளைக்கு வேலைக்கு வந்துரு. മുതലാളി നേരത്തെ അറിയോ? നിനക്ക് മാത്രമേ ഗോവിന്ദൻകുട്ടി ഒരു ബഹുമാനം ഇല്ലാതുള്ളൂ. അറിയോ? കേറ് കേറ്, നീ വാ. ഗോമതിയച്ചിക്കും കമലത്തിനും വിശേഷമൊന്നും ഇല്ലല്ലോ? ഒരു വിശേഷവും ഇല്ല, പരമസുഖം. പിന്നെ ഈയിടെ ആയിട്ടൊരു അസുഖമുണ്ട്, കിടന്നാ ഉറക്കം വരായ്യ. വേറൊന്നുമല്ല, അവർക്കിപ്പോ എന്നെ എങ്ങനെങ്കിലും അവിടുന്ന് പുകച്ച് പുറത്തേടിക്കണം. പെണ്ണും പിടക്കോഴി ഇല്ലാത്തവരെന്തിനാ പൂസത്ത്? അങ്ങനെ പറയിക്കാൻ നിന്നു കൊടുത്തിട്ടല്ലേ? ആയുസിന്റെ നല്ലൊരു ഭാഗം വെറുതെ കളയണമെന്ന് എന്തെത്ര വാശി. ആ ചോദ്യം ഏതായാലും നന്നായി. പാഴാക്കി കളയരുത് എന്ന് തന്നെയാ എന്റെ ആശ. മോഹം ഉണ്ടായ നാള് മുതല് ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മനസ്സുണ്ടോ നിനക്ക്? ഇപ്പോഴും ഞാൻ തയ്യാറാ. നിന്നെ ആട്ടിയിറക്കിയ അതേ തറവാട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവാൻ നിന്നെ ഒരുത്തരും തടയാൻ പറ്റില്ല. പറഞ്ഞോ? പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും എന്നെ കൊണ്ട് പറയിക്കണോ പേട്ട? നിനക്ക് നിന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഞാൻ നന്നാവുകയും വേണം. രണ്ടും രണ്ടു വഴിക്കാ, പിന്നെങ്ങനെ ശരിയാവുക? ഗോവിന്ദൻകുട്ടി ഇപ്പോഴും വൈകിയാ വരാറ്? പണി കൂടുതലുണ്ടാകും ചിലപ്പോ. ഇല്ലെങ്കിലും എവിടെങ്കിലുമൊക്കെ കറങ്ങി നടക്കാനേ അവന് തോന്നും. ഇപ്പൊ ഇവിടം വിട്ട് എവിടേക്കെങ്കിലും പോയാ മതിന്നാ അവന്റെ മനസ്സില്. അന്യനാട്ടിലാവുമ്പോ നാഴിക്ക് 40 വട്ടം കുത്തുവാക്ക് കേൾക്കണ്ടല്ലോ. അത്രയും സ്വസ്ഥത കിട്ടും അവന്റെ മനസ്സിന്. എങ്ങോട്ടെങ്കിലും പോവുക തന്നെ നല്ലത്. അപ്പോഴത്തേനും അതന്നെയാണോ പറയണേ? നിനക്ക് നിരാശ ഉണ്ടാകാൻ വേണ്ടി പറയല്ല. ആ പ്രതീക്ഷ ഇനി വേണ്ട. അയാള് വരില്ല. അതിന്റെ സമയം ഒരുപാട് വൈകി. ഗോവിന്ദൻകുട്ടിയെ ഞാനൊന്ന് അന്വേഷിച്ചത് പറയാം. ഈ തൊഴിലാളികളുടെ പ്രശ്നം തീരാതെ ഇവിടുന്ന് ഒരു തരി മണ്ണ് പോകില്ല. വണ്ടി എങ്ങാനും മുന്നോട്ടെടുത്താൽ ഇവിടെ ഇട്ട് കത്തിക്കും. അങ്ങനെ ഒരു മരത്തിൽ ഇവിടെ വന്ന ആളാകണ്ട. അടിച്ചു പൊളിക്കണം. വണ്ടി അനക്കരുത്. അനക്കാൽ അവിടെ ഇട്ട് കുത്തി കയറും. അവനിവിടെ ആളാകണ്ട. അടിയടാ അവനെ. ഇവിടെ തൊഴിലാളികളുടെ പ്രശ്നം പറയാൻ നീ ആരാടാ? കൂലിക്കെല്ലാം നടക്കുന്ന യുവമാരാടാ തൊഴിലാളികള്. പണിയെടുക്കുന്ന ഞങ്ങളാടാ. ചുണയുണ്ടെ തടയാൻ വന്നോണ്ടല്ലോ നിന്റെ കൂടെ വീല് കയറ്റി ഞാൻ ഇറക്കും. അറിയാലോ നിനക്കെന്നെ? വലിയ ആഫീസ് കളിക്കാൻ വന്നിരിക്കും. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നിന്നെ ഞാൻ കണ്ടോളാം. പുല്ലേ
മനുഷ്യലെ കാല്. ചിരിക്കണ്ട. എന്ന് പറഞ്ഞ ആ മുതലാളിയെ തല്ലാൻ പോയപ്പോഴല്ലേ ഞാൻ അതിൽ ഇടപെട്ട്. ഗോവിന്ദുട്ടിയേട്ടന് ഇവിടെ ഉള്ളവരാണോ വലുത്, അതോ വല്ലയിടത്തുനിന്ന് വന്ന അങ്ങേരോ? എന്തായാലും നെറുകേടിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. കാണിച്ച ചെല്ലപ്പോ ഒറ്റയ്ക്കില്ലെന്നും അതിന്റെ കൂടെ ചില തറവാടികൾ ഉണ്ടായിരുന്നെന്നും എനിക്കറിയാം. അങ്ങനെ പറയൂ. അപ്പോ അറിഞ്ഞോണ്ട് തന്നെ ഇടപെട്ടത്. നോക്ക് എന്തിനി, ഈ മാലയാണ് സത്യം. അറിഞ്ഞോണ്ടല്ല ഇടപെട്ടത്. ഇനി നേരിട്ട് വന്നാലും നെറുകേട് കാണിച്ച ഗോവിന്ദൻകുട്ടി ഇടപെടും. വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കും. ഇത്തിരി സമയം ഉണ്ടാക്കി ഞാൻ ഓടി വന്നതേ വഴക്കുണ്ടാക്കാനല്ല, വേറൊരു കാര്യം പറയാനാ. തോർത്തു തുടുക്ക്. അമ്പലത്തിൽ ചെറുപ്പാണ്. വീട്ടുകാരുടെ കൂട്ടത്തില് വഴിപാടിന് ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പുഅമ്മ. സമയത്ത് മാറിക്കളയരുത്. ഞാൻ വരണില്ല എന്ന് വെച്ചാലോ? വരാതിരിക്കല്ല വേണ്ടത്. ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് പേര് വിളിക്കുമ്പോ മര്യാദക്കാരനായി വന്ന് പ്രസാദം വാങ്ങിച്ച് നെറ്റി തൊടണം. അത് തന്നെ. അവനിരുന്ന് പാടുന്നു. ആരാണ്ട് വരുന്നുണ്ട്. ഞാൻ പോകാം. ഒരു 20 രൂപ കുറവുണ്ടല്ലോ. അത് ഞാൻ വായി ഗുളിക വാങ്ങിച്ചിരുന്നു. 20 രൂപയ്ക്കോ? അല്ലാതെ പിന്നെ മേല് നൊമ്പരം മാറണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലുനമ്പരം മാറ്റി വണ്ടി അവസാനം ഭയങ്കര ഉണ്ടു. അപ്പൊ നമ്മൾ വേറെ ലോറി വാങ്ങിക്കും, 2 എണ്ണം. മുതലാളി, ഞാനിടെ ചാടി വീണില്ലായിരുന്നെങ്കിലേ എല്ലാരും കൂടി ഇടിച്ചാലുള്ള ഷേപ്പ് മാറ്റിയാണ്. കറക്റ്റ്. അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി മുതലാളി അവന്റെ കർണത്തടിച്ചപ്പോ അവൻ ചത്തുപോകാൻ സാധ്യത ഉണ്ടായിരുന്നു പറയായിരുന്നു ഞാൻ. ஏய், மலையாளம் பேசுறதுக்கு மட்டும்தான் தடுமாறும். பட்ச கேட்டா ஒண்ணு விடாம மனசுலாகும். அறியோ? ഇപ്പൊ അറിഞ്ഞു. ஏய், ഇവിടെ നോക്ക്. நான் நாடோடி மாதிரியான ஊர்ல எனக்கு கான்ட்ராக்ட் தீர்ந்தால் நான் வேற ஒரு இடத்துக்கு போகும். பட்சே நீங்களாம் இங்கே ஜீவிக்கிறவங்க. எனக்காக உங்க ஆட்கள் எல்லாம் ஏன் விரோதியாக்கிக்கிறீங்க? എനിക്ക് വിരോധികളെ ഉള്ളൂ. അടിച്ചും അടികൊണ്ടും നല്ല ശീലമാണ്. പക്ഷെ മുതലാളി അങ്ങനല്ല. അന്യനാട്, പരിചയമില്ലാത്ത ആൾക്കാര്. ഇപ്പൊ സൂക്ഷിക്കേണ്ടത് അല്ലേ? நான் உனக்கு கவசம் மாட்டலான்னு நினைச்சேன். പക്ഷെ അതേ കവസത്തെ എനക്ക് മാറ്റി എന്നെ ജാഗ്രതയായിരിക്കണമെന്ന് പറയുന്നു. സവാഷ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ തമിഴന്മാര് നല്ല ആളുകളാന്ന്. ഓഹോ ഓഹോ. തഞ്ചത്തെ മണിയടിച്ച് നിന്ന ഇത്തിരി കാശ് മുൻകൂർ വാങ്ങിച്ചെടുക്കാം. ബാങ്കുകാരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാം. എന്താ തിരുമേനി പറഞ്ഞേ? അല്ല, ഇത്തിരി കാശ് ഒന്നിച്ച് കിട്ടിയ ബാങ്കിൽ അടയ്ക്കാന്ന് പറയായിരുന്നു. ആ പോയതാരാ? ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത്? ആ പോയത് ആരാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത് ആരോട് ചോദിച്ചിട്ടെന്നാ ഞാൻ ചോദിച്ചത്. ആരോടും ചോദിച്ചിട്ടല്ല. തറവാട് വക ഒരു വഴിപാട് നടക്കുമ്പോ നീയും അമ്പലത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. എന്താ വരില്ലെന്നുണ്ടോ? വരണമെന്നില്ല. വേണ്ട. പക്ഷെ പേര് വിളിക്കുമ്പോ നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് അവിടെ. അവളുടെ മനസ്സ് നീ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. സാർ പാല്. പപ്പൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? 7 കൊല്ലമായി സാർ. എന്റെ നാടങ്ങ് കുറെ വടക്ക. அதுக்கு முன்னால இந்த பாலம் இல்ல. ஆத்துல வெறும் தோணி சர்வீஸ் தான் இருந்துச்சு. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. തല്ലുണ്ടാക്കാൻ വരുന്നവരുടെ പുറകിൽ പുത്തമ്പരക്കലെ ആൾക്കാരാണ്. എന്തിനും മടിക്കാത്ത വർഗമാണ് അവർ. നിസ്സാരമാക്കി തള്ളണ്ട. ആ ഗോവിന്ദൻകുട്ടിയുടെ ബലത്തില് അവരെ ചെറുക്കാനൊന്നും പറ്റില്ല. அவன் ஆம்பளப்பா, எப்படி அடக்கிடுவான்? അതെ അതെ, ഒരുമ്പെട്ട് ഇറങ്ങുന്നവന് മുന്നും പിന്നും നോക്കണ്ടല്ലോ. തള്ളയുടെ വയറ്റി കിടക്കുമ്പോ നാട് വിട്ടുപോയതാ തണ്ട. കണ്ടാ കുത്തിക്കീറുമെന്നും പറഞ്ഞ അവന്റെ നടപ്പ്. ആ വൈരാഗ്യമാ നാട്ടുകാരുടെ കരണക്കുറ്റിക്ക് തീർക്കുന്നത്. അല്ലാതെ മുതലാളിയോടുള്ള കൂറൊന്നുമല്ല. ഏതിനും പോലീസിലൊന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആ ഇൻസ്പെക്ടർ ലേശം ഭയമുണ്ട് ഈ തല്ലുകാർക്ക്. ഒന്നും തീരുമാനിച്ചില്ല. അത് വെറുതെ പോണം തന്നെ ഉള്ളില്.
അത് തനിക്ക് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇന്ന് ഈ പുതിയ ഉപ്പായ എടുത്തിട്ടെ? വേണമെന്ന് തോന്നിയാ പോവും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പോണം. ആ കുട്ടി എന്ത് മാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പോഴേ പോകണ്ട, പൂജ വൈകുന്നേരം ഉള്ളൂ. ഇയാള് വരുന്നുണ്ടോ? വാ.